എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ നാടകങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ആകട്ടെ, എന്തായാലും കോടതി വിധിയും മറ്റു കാര്യങ്ങളും ഇതിന് അനുബന്ധമായിട്ടുണ്ട്. KS ശബരിനാഥൻ കളിച്ച കളികളും ബഹളങ്ങളും ഒക്കെ കണ്ടു. വളരെ പ്ലാൻഡായ ഒരു കളിയായിരുന്നു. പക്ഷേ വേണ്ടത്ര രീതിയിൽ ഗുണകരമായി BJP ഭരണസമിതിയെ താഴെയിറക്കാനോ പ്രശ്നമുണ്ടാക്കാനോ അവർക്ക് സാധിച്ചില്ല. അത് ഇവർ തമ്മിലുള്ള ഐക്യമില്ലായ്മയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. പക്ഷേ CPM-ൽ തന്നെ നിരവധി ഗ്രൂപ്പുകളുണ്ട് തിരുവനന്തപുരത്ത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. CPM-ൽ പ്രത്യക്ഷത്തിൽ 2 ഗ്രൂപ്പാണ് ഉള്ളത് എന്ന് തോന്നുന്നു. അത് ശിവൻകുട്ടിയും V ജോയിയും ആണ് 2 ഗ്രൂപ്പ്. കടകംപള്ളി ഈ ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് വ്യക്തമല്ല. ഈ 2 ഗ്രൂപ്പുകൾ പല രീതിയിൽ പല തട്ടിൽ നിൽക്കുകയാണ്. അവിടെ ഈ ജില്ലാ സെക്രട്ടറി ആകും എന്നുള്ള മോഹം കൊണ്ടാണ് ശിവൻകുട്ടി ചില കളികളൊക്കെ കളിച്ചത്. പക്ഷെ അത് നടന്നില്ല. V ജോയി തന്നെ തുടരട്ടെ എന്ന് സംസ്ഥാന സമിതി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ വിഷയം കൂടി കടന്നു വന്നതോടുകൂടി CPM-ൽ തിരുവനന്തപുരത്ത് വലിയ ഭിന്നതയും വലിയ പൊട്ടിത്തെറികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. വർക്കല MLA ആയ V ജോയി, മുൻ മന്ത്രി V ശിവൻകുട്ടി, ഇവരാണ് ഗ്രൂപ്പ് തലവന്മാർ എന്ന് പറയുന്നു. ശിവൻകുട്ടിയുടെ കീഴിൽ ഉണ്ടായിരുന്ന നിരവധി മാഫിയകളുണ്ട്. ഇയാൾ മേയറായിരുന്ന സമയം മുതലേ ഇവിടെ വലിയ മാഫിയകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അധികാരം നഷ്ടപ്പെട്ട ഒരു കൂട്ടം 6 മാസം മുൻപ് വരെ തലസ്ഥാനം അടക്കി ഭരിച്ച ശിവൻകുട്ടിയുടെ ആർമി, അതായിരുന്നു ആര്യ രാജേന്ദ്രന്റെ ആർമി എന്ന് പറയുന്നു. ചെങ്കോലും കിരീടവും പോയ ശിവൻകുട്ടി ശബരിനാഥനെ ചേർത്ത് ഇറക്കി കളി തുടങ്ങി. ജോയ് മറുവെട്ടൽ നടത്തി അവിശ്വാസ പ്രമേയം തേഞ്ഞു. ശിവൻകുട്ടി ഇപ്പോൾ വെറും വാഴയാണ്. മുൻമന്ത്രി വരെ ആയ ഗുണ്ടാത്തലവൻ ഇപ്പോൾ വെറും 7ാം കൂലിയായത്. പിന്നെ കലിപ്പിലാണ്. ജില്ലാ സെക്രട്ടറി ആകാമെന്നുള്ള മോഹം V ജോയ് തല്ലിക്കെടുത്തി. ഒരു തിരുവനന്തപുരം സ്വദേശിയായ ഒരു വ്യക്തി എഴുതിയതാണ് ഇത് കേട്ടോ. തൊഴിൽ രഹിതനായ ശിവൻകുട്ടിക്ക് തിരുവനന്തപുരത്ത് ഒരു സ്ഥാനമോഹം. ഇങ്ങേരുടെ ഒരുപാട് ബിനാമി ഇടപാട് തലസ്ഥാന നഗരിയിലുണ്ട്. അതിന് തടസ്സം V ജോയി ആണെന്ന് പറയുന്നു. ശിവൻകുട്ടിക്ക് ജോയിയെ വെട്ടാനുള്ള പിന്തുണയില്ല. ശിവൻകുട്ടി ശബരിയെ ഇറക്കി പിന്നിൽ നിന്ന് കളി തുടങ്ങി. ജോയ് വർക്കല പോലെ ഒരു കോൺഗ്രസിന്റെ കുത്തക മണ്ഡലം ആദ്യാവസരത്തിൽ പിടിച്ച് കരുത്ത് കാട്ടിയ നേതാവാണ്. ശിവൻകുട്ടി സ്വന്തം മണ്ഡലത്തിൽ BJPക്ക് മുന്നിൽ തോറ്റ് നാണം കെട്ട വ്യക്തിയാണ്. അതായത് ശിവൻകുട്ടി ബഹുദൂരം V ജോയിയേക്കാൾ പുറകിലാണ് എന്ന് പറയുന്നു. വർക്കല MLA ജോയ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി സ്ഥാനമേറ്റു. ജോയി ആ സ്ഥാനത്ത് എത്തുന്നതിൽ ഏറ്റവും വലിയ എതിർപ്പ് ശിവൻകുട്ടിക്കാണ്. ഇദ്ദേഹം അതുമായി ബന്ധപ്പെട്ട ആ കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല, സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുത്തില്ല. മന്ത്രിസ്ഥാനം പോയി. നേമത്തെ തോറ്റ ശിവൻകുട്ടിക്ക് തലസ്ഥാനത്ത് ആര്യ രാജേന്ദ്രനെ ബിനാമിയായി ഇരുത്തി ഉണ്ടാക്കിയ ഒത്തിരി വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയതിന് പലരോടും ഉത്തരം പറയേണ്ട അവസ്ഥയുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിനാമിയായി ആര്യ രാജേന്ദ്രനെ മുന്നിൽ നിർത്തി കളിച്ചത് മുഴുവൻ ശിവൻകുട്ടിയാണ്. കൂട്ടിന് ആനാവൂർ നാഗപ്പനും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ശിവൻകുട്ടിക്ക് തന്റെ സാമ്രാജ്യം BJP തിരുവനന്തപുരത്ത് പിടിച്ചതിൽ പിന്നെ ആകെ ഒരു അങ്കലാപ്പും ഓട്ടവുമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുന്നത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? CPM-നുള്ളിലെ ഗ്രൂപ്പ് പോലും വഴക്കും വക്കാണവും അഭിപ്രായ ഭിന്നതകളും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുതികാൽ വെട്ടും മാത്രമാണ്. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നടക്കുന്നത്. അത് BJPക്കും മേയർ VV രാജേഷിനും നല്ല ഭംഗിയായിട്ട് അറിയാം. അതുകൊണ്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ഈ കളികളെയൊക്കെ നേരിടുന്നത്, ഇനിയും അങ്ങോട്ട് നേരിടാൻ പോകുന്നത്. അദ്ദേഹം വക്കീലാണോ, അല്ലെങ്കിൽ അദ്ദേഹം ആരാണ്, എന്താണ് വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്നൊക്കെ ചോദിച്ച് ചിലരൊക്കെ പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. അതിനൊക്കെ കൃത്യമായ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്, ഇനിയും പറയുകയും ചെയ്യും. ഇവിടെ CPM-നുള്ളിലെ ഭിന്നത ഒരു കോൺഗ്രസ്സുകാരനെ ഇറക്കി, അതും ഒരു ചെറുപ്പക്കാരനെ ഇറക്കി വേണ്ട കളികളൊക്കെ കളിച്ചു. പക്ഷേ അതൊന്നും ഏറ്റില്ല. എല്ലാം തകർന്ന തരിപ്പണമായിരിക്കുന്ന അവസ്ഥയാണ്. V ജോയിയും ശിവൻകുട്ടിയും ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറിക്കൊണ്ടേയിരിക്കും. CPM-ന് സംഭവിക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം അത് തിരുവനന്തപുരത്തായാലും ആലപ്പുഴയിലായാലും കണ്ണൂരായാലും ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്.